ഇന്ത്യ ആഗോളതലത്തിൽ വിശ്വസനീയമായ രാജ്യമെന്ന് അമേരിക്ക ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുകയാണ്. ഐ.ടി വ്യവസായത്തിലെ ഇന്ത്യൻ വിപ്ലവത്തിനും എല്ലാ രാജ്യങ്ങൾക്കും നിക്ഷേപം നടത്തുവാനും വളരാനുമുള്ള വിശ്വസനീയമായ ഒരു കണ്ടുപിടുത്തക്കാരനും നേതാവും എന്ന നിലയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ശക്തമായിട്ട് വളരെ നല്ല രീതിയിൽ പ്രശംസിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രതിനിധികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേട്ടങ്ങളെ, അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ, നേതൃത്വത്തെ അമേരിക്കൻ പ്രതിനിധികൾ വാതോരാതെ പ്രശംസിക്കുകയാണ്. സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഭാവിക്ക് നല്ല ശക്തിയാകുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ ഇന്ത്യൻ സ്പോറ AI ഉച്ചകോടി 2024 സംസാരിച്ച ഇൻഫോമാറ്റിക് CEO അമിത് വാലിയ ഇന്ത്യയെപ്പറ്റി വലിയ രീതിയിലാണ് പ്രശംസ അറിയിച്ചത്. അത് വെറുതെയല്ല. ആഗോള നീക്കങ്ങളിൽ ഇന്ത്യയെ വളരെ വ്യത്യസ്തമായിട്ടാണ് രാജ്യങ്ങൾ കാണുന്നത്. ഇന്ത്യ പുരോഗതിയുടെയും നവീകരണത്തിന്റെയും ഒരു ഇടമാണ്. ഇന്ത്യയെ ആഗോള ഭൂപടത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും നിക്ഷേപം നടത്താനും വളരാനും സഹായിക്കുമെന്നതും എടുത്തു പറയണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സർക്കാരും അത്ഭുതകരമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നാണ് അമേരിക്കൻ പ്രതിനിധികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞത്. പ്രധാനമന്ത്രിയും സർക്കാരും വലിയ മികവുള്ള ജോലികളാണ് ചെയ്യുന്നത്. നവീകരണത്തിലാണ് അവരുടെ ശ്രദ്ധ, വ്യവസായത്തിൽ അവരുടെ ശ്രദ്ധ വലിയ രീതിയിലാണ് എന്ന അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു. ജനസംഖ്യയെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ, യുവാക്കളുടെ പ്രവർത്തികളിൽ എല്ലാം രാജ്യം വലിയ ശ്രദ്ധയാണ് കേന്ദ്രീകരിക്കുന്നത്. എല്ലാ തരത്തിലും ഇന്ത്യ ഇപ്പോൾ ഒന്നാമതാണ്, ഇന്ത്യ വലുതാണ് എന്നതാണ് അവർ അടിവരയിട്ട് പറയുന്നത്. ലോകത്തിലെ ജനസാന്ദ്രതയുള്ള രാജ്യം, ആ ജനതയെ പുരോഗതിയിലേക്ക് കൊണ്ടുവരിക, രാജ്യത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, ഇതൊക്കെ വളരെ മികച്ചതായിട്ടാണ് ഇന്ത്യയിൽ കാണാൻ കഴിയുന്നത്. ലോകമെമ്പാടുമുള്ള നിരവധി കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മനുഷ്യരാശിയുടെ വികസനത്തിന് വലിയ പിന്തുണ നൽകാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാദിക്കുന്നതും ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുഗത്തെ അതിശയകരമെന്നാണ് അമേരിക്കൻ പ്രതിനിധികൾ വിളിച്ചത്. അതേപോലെ തന്നെ ഇന്ത്യയും US-ഉം തമ്മിലുള്ള ബന്ധത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെയും ഇന്ത്യൻ പ്രവാസികളെ ബന്ധിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെയും വലിയ രീതിയിൽ തന്നെ പ്രശംസിക്കണം. സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും ഇന്ത്യ പുരോഗതി കൈവരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ആദ്യം പറയേണ്ട കാര്യം. 2047ഓടെ വികസിത ഭാരത് കെട്ടിപ്പടുക്കുവാനുള്ള രാജ്യത്തിന്റെ ഭാവി തന്ത്രം രൂപപ്പെടുത്തുന്നതിന് പ്രധാനമന്ത്രിയുടെ നീക്കങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സാങ്കേതിക ജ്ഞാന സമീപനവും കൃഷി, ആരോഗ്യം, അതുപോലെ വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളിൽ AI ആപ്ലിക്കേഷനുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളും അവർ എടുത്തു പറഞ്ഞു. AI-ക്കായി ഒരു ആഗോള ചട്ടക്കൂട് സൃഷ്ടിക്കാൻ ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ട് എന്നും പ്രധാനമന്ത്രി ഈ അടുത്ത് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഭാവി കാണണമെങ്കിൽ ഇന്ത്യയിലേക്ക് വരൂ എന്ന അമേരിക്കൻ പ്രതിനിധി എറിക് ഗാസെറ്റിയുടെ ഇന്ത്യൻ വികസന യാത്രയെ പറ്റിയുള്ള അഭിനന്ദനം നേരത്തെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അപ്പോൾ എല്ലാ തരത്തിലും ഇന്ത്യക്ക് ഇപ്പോൾ പ്രശംസ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ വികസന യാത്ര ഉയർത്തിക്കാട്ടിക്കൊണ്ട് ലോകമെമ്പാടുമുള്ളവർ ഇന്ത്യയെ പ്രകീർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ US അംബാസിഡർ എറിക് ഗാസെറ്റി പറഞ്ഞത് ഭാവി കാണാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ഇന്ത്യയിലേക്ക് വരാമെന്നുള്ളതാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചൊരു വലിയ പ്രശംസയാണ്, വലിയ ഊർജ്ജമാണ് എന്നുള്ളത് എടുത്തു പറയണം. ഇന്ത്യയെ മറ്റുള്ളവർ വാനോളം പുകഴ്ത്തുന്നതിന് പിന്നിൽ ശക്തമായ കാര്യങ്ങളുണ്ട് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അതായത് സുപ്രധാനമായ ചുവടുകളാണ് ഇന്ത്യ ഓരോ ദിവസവും വെക്കുന്നത്. ഇന്ത്യക്കുള്ളത് ഡിജിറ്റൽ ഗവൺമെന്റ് ആണ് എന്നും ഡിജിറ്റൽ രംഗത്തെ പുരോഗതി രാജ്യത്തിന്റെ മുഖം തന്നെ മാറ്റി എന്നതും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും വിപുലമായ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലും, വ്യോമയാന മേഖലയിലും, പ്രതിരോധ മേഖലയിലും, അടിസ്ഥാന മേഖലയിലും ഒക്കെ തന്നെ രാജ്യത്തിന്റെ പുരോഗതി വളരെ മികച്ച രീതിയിൽ തന്നെയാണ്. നമുക്കറിയാം, പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ഇപ്പോൾ വൻ മുന്നേറ്റമാണ് ഇന്ത്യക്കുള്ളത്. മറ്റു പല മേഖലകളിൽ എല്ലാ തരത്തിലും ഇന്ത്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 21,000 കോടി കവിഞ്ഞത്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ രാജ്യത്തിന്റെ എല്ലാ മേഖലയും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ലോകവും അതിനെ അംഗീകരിക്കുന്നു എന്ന കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയെ ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സമ്പദ്ഘടനയാക്കി മാറ്റുവാനുള്ള പരിശ്രമത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി. അടുത്ത 5 വർഷത്തേക്കുള്ള പ്രവർത്തന രേഖ വരെ നരേന്ദ്രമോദി വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ലോകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പുരോഗതി, ഇന്ത്യയുടെ വളർച്ച, ഇതിനെല്ലാം ലോകം ഉറ്റുനോക്കുന്നുമുണ്ട്. എങ്ങനെയുണ്ടായിരുന്ന ഇന്ത്യ ഇപ്പോൾ എങ്ങനെയായി എന്നുള്ളതിന്റെ ആ ഒരു അന്തരം വലിയ രീതിയിൽ തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും നിക്ഷേപകരെ ക്ഷണിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ ഇന്ത്യക്ക് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ മാറ്റം, ഇന്ത്യയുടെ വളർച്ച മാതൃകാപരമാണ് എന്നുള്ളതാണ് ലോകത്തൊന്നാകെ ഉയരുന്ന ഒരു വാദം.
ആക്ഷേപിക്കുന്നവരെയും വിമർശകരെയും ഒക്കെ മാറ്റി നിർത്തിയാൽ, ശത്രുരാജ്യങ്ങളുടെ കുതന്ത്രങ്ങളും മാറ്റി നിർത്തിയാൽ ഇന്ത്യക്ക് കിട്ടുന്ന ഖ്യാതി, ഇന്ത്യക്ക് കിട്ടുന്ന പ്രശംസ വലിയ രീതിയിൽ തന്നെയാണ്. കാരണം ഇന്ത്യ ഓരോ ദിവസവും പുരോഗതിയുടെ പടവുകളാണ് മുന്നോട്ട് വെക്കുന്നത്. മാറുന്ന ലോകത്തിനനുസരിച്ച് സഞ്ചരിക്കുവാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. അതിന്റെ തെളിവാണ് AI-യിലുള്ള ഇന്ത്യയുടെ ഓരോ സംഭാവനകളും. AI സാങ്കേതിക വിദ്യ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ള ഒരു പ്രതിജ്ഞാബദ്ധത എടുത്തു പറയേണ്ടത് തന്നെയാണ്. AI സാധ്യതകൾ വിപുലമായിട്ടും രാജ്യത്ത് ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് കിട്ടുന്ന പ്രശംസകളൊന്നും തന്നെ വെറുതെയല്ല. അതിന് തക്കതായ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ തക്കതായ വിഭവങ്ങൾ ഇന്ത്യ ലോകത്തിന് മുന്നിൽ നിർത്തിവെക്കുന്നതുകൊണ്ട് തന്നെയാണ്.